മുല്ലശ്ശേരി സെന്ററിൽ പൊതുമരാമത്ത് റോഡിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതിയെ തുടർന്ന് അടച്ച കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തകർന്നു. സെന്ററിൽ പാടൂർ റോഡിലേക്ക് തിരിയുന്ന മൂലയിൽ കൾവർട്ടിന്റെ സ്ലാബ് തകർന്നത് മൂലമുണ്ടായ കുഴി കഴിഞ്ഞ ദിവസം മൂടിയിരുന്നു. നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് നേരിട്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുഴി അടച്ചെങ്കിലും അടച്ച ഭാഗത്തെ മെറ്റലും ടാറും വീണ്ടും ഇളകി കാനയിലേക്ക് വീണതിനെ തുടർന്നാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ആക്ഷേപമുണ്ട്. കുഴി മുല്ലശ്ശേരിയിലത്തെ കച്ചവടക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും കൂടിയിട്ട് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലെ കുറച്ച് മെറ്റലും എംസാൻഡും കൊണ്ടുവന്നിട്ട് അത് അടയ്ക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ശക്തമായ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ആ അടച്ച എല്ലാ മെറ്റീരിയലും മൊത്തമായിട്ട് ആ അടിയിലുള്ള കൽവെട്ടിലേക്ക് താന്നു പോവുകയും താണവീതി പ്രദേശത്ത് നിന്ന് പോകുന്ന പാടൂര് കായലിലേക്ക് പോകുന്ന വെള്ളം തടസ്സപ്പെട്ട് താണവീതി റോഡിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും ശല്യമാകുന്ന രീതിയിൽ വലിയ വെള്ളത്തിൻ്റെ ശല്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാന റോഡിലൂടെ 100 കണക്കിന് വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുക പതിവായിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരും കുഴിയിൽ വീഴുകയാണ്. മൂടിയ കുഴികൾ വീണ്ടും തകർന്നതോടെ മുല്ലശ്ശേരി സെന്ററിലെ പൊതുമരാമത്ത് റോഡിലൂടെയുള്ള യാത്ര ദുർഘടമായി തീർന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനങ്ങാപ്പാറ നയത്തിൽ നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും കടുത്ത പ്രതിഷേധമുണ്ട്. TCV ന്യൂസ്, പാവറട്ടി.